ഇനി മറ്റൊരാസനം ശരീരത്തിന് ഒന്നുകൂടി ഇതേപോലെ തന്നെ സന്തുലിതമായ അവസ്ഥയിൽ നിർത്താൻ പറ്റുന്ന ഒരു ആസനമാണ് വൃക്ഷാസനം. ആ പേരുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ആ രൂപം വൃക്ഷത്തിൻ്റെ ഒരു രൂപത്തിലേക്ക് വരും. അപ്പോൾ ആദ്യം വലത് കാല് മടക്കുന്നു, കൈ കൊണ്ട് പിടിച്ചു വെക്കുന്നു, കാലിന് വിരൽ താഴോട്ട് വരും. ഇനി കൈ രണ്ടും സാവധാനത്തിൽ പതുക്കെ ഉയർത്തി കൈ കൂപ്പി വെക്കുന്നു. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നോക്കി നിൽക്കുക, പോയിന്റിലേക്ക് നോക്കി നിൽക്കുക, ദൃഷ്ടി ഉറപ്പിച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ ശരീരം ചലനങ്ങളില്ലാത്തൊരവസ്ഥയെത്തും. വൃക്ഷാസനം, ട്രീ പോസ്. സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴ്ത്തിക്കൊണ്ടുവരും. കൈ താഴ്ത്തിയതിന് ശേഷം കാല് താഴ്ത്തിക്കൊണ്ടുവരും. ഇതിൻ്റെ പേര് വൃക്ഷാസനം. കഥകളിലൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവും. അർജുനൻ ശിവനെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടി തപസ് ചെയ്ത ഒരു ആസനം, അത് ഈ ഒരു ആസനം വൃക്ഷാസനമാണ്. ഈ ഒരു ആസനത്തിൻ്റെ പ്രത്യേകത, നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് സ്ഥിരമായി നോക്കി നിന്നിട്ട് ഈ ആസനം, അങ്ങനെയാണ് ഇത് പരിശീലിക്കുന്നത്. അത് നമുക്ക് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ ഈ ആസനം വളരെയധികം സഹായിക്കും. ശരിക്കും കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ നല്ല ഗുണം ചെയ്യുന്ന ഒരാസനമാണ് വൃക്ഷാസനം.